പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും കളിക്കാൻ പോവാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ആടാ ഷിൻചാനെ, ഇന്ന് നമ്മൾ കൊണ്ടുവന്ന വണ്ടി നോക്ക്, ജയ്ഗുരു ജിന്ന. ആ അണ്ണാ, സംഭവം നൈസ് വണ്ടിയാ, സെറ്റ് വണ്ടി. ഈ പച്ച കളറിൽ കാണാനായിട്ട് അടിപൊളിയുണ്ട്. ആ അത് ശരിയാ, ഈ വണ്ടി പച്ച കളറിൽ കാണാനാ ഭംഗി. ഇപ്പോൾ അത് വൈറ്റ് കളറാണ്, അത് വേറെ കാര്യം. അതെന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോൾ ഈ ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അണ്ണാ അതെ, ഞാൻ ഈ വണ്ടി ഒന്ന് ഓടിച്ചോട്ടെ? ഏ എടാ ഷിൻചാനെ, അത് വേണ? ഇന്ന് വേണ്ട, നിനക്ക് ഞാൻ നാളെ ഓടിക്കാൻ തരാം. എൻ്റെ കയ്യിലേ ജയ്ഗുരുവിൻ്റെ ഗന്ധർവൻ 2.0 എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്. ആ വണ്ടി ഞാൻ നിനക്ക് ഓടിക്കാൻ തരാം. അതും നൈസ് വണ്ടിയാണ്. ഇവിടെ ഇപ്പോൾ ആൾക്കാർ വണ്ടിയിൽ കയറുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ട് കേട്ടോ. ലെറ്റ്സ് ഗോ. ഇവിടെ അങ്ങനെ ആൾക്കാർ വണ്ടിയിൽ കയറിയേക്കാണ്. അണ്ണാ അതെ, നമ്മളിപ്പോ എങ്ങോട്ടേക്കാ പോണേ? ആ സ്ഥലത്തിന്റെ പേരെന്താ? നമ്മൾ പോണ സ്ഥലത്തിൻ്റെ പേര് ലംപൂങ്ക, അങ്ങനെ എന്തോ ആണ്. ഓക്കെ, നമ്മളങ്ങനെ ഹൈവേയിലേക്ക് കയറാൻ പോവാണ്. ഹൈവേയിൽ കയറി കഴിഞ്ഞ് നമുക്ക് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാം. ഈ വണ്ടി എത്ര വരെ പോവാന്ന് നോക്കി നോക്കാം. ടോപ്പ് സ്പീഡാ? ബസ്സിന്റെ? അതെങ്ങനെയാ? ഇതൊക്കെ കൂടിപ്പോയ ഒരു 120 വരെ പോവും, അതിന്റെ മേലൊന്നും പോവില്ല. എടാ ഷിൻചാനെ, അത് നിനക്ക് തോന്നണത്, ഇത് നീ വിചാരിക്കണ പോലെയല്ല. ഈ വണ്ടി നല്ല സ്പീഡിൽ പോവും. ഇത് കണ്ടില്ലേ, ഇപ്പം തന്നെ 120 കടന്നു. എന്തുട്ടായാലും ഒരു 200 വരെ പോവും. 200? ഒന്ന് പോയണ്ണ, തള്ളുമ്പളേ ഒരു മയത്തിലൊക്കെ തള്ളു. 200? അതും ഇത്രയും ആൾക്കാർ വെച്ചിട്ടാ വണ്ടി പോണേ. എടാ ഷിൻചാനെ, വണ്ടിയിൽ ഇപ്പം എത്ര? ജസ്റ്റ് മിസ് ഇട്ടാ. ഇയാൾ അവിടെ നോക്കിയിട്ട് വണ്ടി ഓടിക്കണേ. ഒരു ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടൂടെ? അറ്റ്ലീസ്റ്റ് ബാക്കിൽ വണ്ടി വരുന്നുണ്ടോ അത് നോക്ക. ഇതൊന്നും നോക്കാണ്ടങ്ങ് വളയ്ക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ടോളിലേക്ക് എത്തേക്കാണ്. നമുക്കിനി ടോൾ കൊടുത്ത് പോവാം. 5 റുപ്പീസാണ് ടോള്. 5 റുപ്പീസ് എന്ന് പറയണത് ഇന്തോനേഷ്യൻ കറൻസിയാണ് കേട്ടോ. അതിന് 5 റുപ്പീസിന് നല്ല വാല്യൂ ഉണ്ട്. ഇവിടെ നിന്ന് ഇനി സ്ട്രെയിറ്റ് റോഡാ, നമുക്കങ്ങോട്ട് പെടച്ചു വിടാം. ഏയ്, പെടച്ചുവിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. മുമ്പിൽ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ഒരു KSRTC ഉണ്ട്, ഒരു പ്രൈവറ്റ് ഉണ്ട്. അതിനൊക്കെ നമുക്ക് ഓവർടേക്ക് ചെയ്യാം. അതിപ്പോൾ വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ഇപ്പോൾ 120 കടന്നു. ഇപ്പോൾ ഇത് 130 കടന്നു. എത്ര വരെ പോവും? ഈ വണ്ടി 200 വരെ പോവുമെന്ന് എനിക്ക് തോന്നണില്ല. എടാ ഷിൻചാനെ, ചില വണ്ടികളൊക്കെ 200 വരെ പോവും. ഞാനൊരു വട്ടം ടാറ്റയുടെ KSRTC കൊണ്ടുവന്നു. ആ വണ്ടി പക്ഷേ 230 വരെ പോയി. അതിനുശേഷം പഴയ KSRTCയിലെ 90s KSRTC അതും കൊണ്ടുവന്നു. അത് പക്ഷെ 300 കടന്നു പോയി. 300? അതെങ്ങനെ? 90s പഴയ KSRTC 300 പോവേ? ഞാനത് വിശ്വസിക്കില്ല. എടാ ഷിൻചാനെ, നീ അത് വിശ്വസിച്ചേ പറ്റൂ, അല്ലാണ്ട് ശരിയാവില്ല. ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോയും ഇട്ടുണ്ട്, അതിരുന്ന് കണ്ടാൽ മതി. അന്നേരം കാണാൻ പറ്റും KSRTC 300ന്റെ മേലെ പോണത്. അത് കൊള്ളാലോ. ആ വണ്ടി ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാ? ആ പഴയ KSRTC? എനിക്കും അത് ഓടിക്കണമെന്നുണ്ട്. ആടാ ഷിൻചാനെ, അത് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നോക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടാ. ഇവിടെ റോട്ടിൽ ഭയങ്കര തിരക്കാ, നിറച്ച് വണ്ടികളാ. ഈ വണ്ടി ഇപ്പോൾ ഏതായാലും ഒരു 130 വരെ പോയിട്ടുണ്ട്, അതിൻ്റെ മേലെ പോയില്ല. നമുക്കത് നോക്കാനും പറ്റിയില്ല. ഇവിടെ പിന്നെ ഞാൻ ഫ്ലാഷ് അടിക്കുന്നുണ്ട്, അതുകൊണ്ട് ആൾക്കാർ സൈഡ് തരുന്നുണ്ട്, അല്ലെങ്കിൽ ഇവന്മാർ സൈഡൊന്നും തരില്ല. അതെ, ആ പിങ്ക് ബസ്സുകാരൻ സൈഡൊന്നു. ഇനി അങ്ങോട്ട് പടച്ചു വിട്. എടാ ഷിൻചാനെ, ഞാനെങ്ങനെ പടച്ചു പോവാ? ഇവിടെ നോക്ക്, എല്ലാവരും പതുക്കെ പോണ. ഇവിടെ പിന്നെ വളവുണ്ട്, നമുക്ക് നേരെ പോകാൻ പറ്റില്ല. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് വേണം പോകാനായിട്ട്. അണ്ണാ, ആ പിങ്ക് ബസ്സുകാരനെ ഓവർടേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ കഴിഞ്ഞ് പോണ്ടി വരും. ആ ഹോണ്ട സിറ്റി ഒക്കെ ഓവർടേക്ക് ചെയ്തു. നമുക്ക് സ്പീഡിൽ പോവാം. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ലേ? ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അത് റിസ്ക്കാ. ചിലപ്പോൾ വണ്ടി തട്ടും. ഒരു ബൈക്കിന് മാത്രം ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അധികം സ്പേസ് ഇല്ല.
എടാ ഷിൻചാനെ, എങ്ങനെ പോയാലും കണക്ക. നീ മുമ്പിൽ നോക്കി നോക്ക്, നിറച്ച വണ്ടികളാ. അണ്ണാ ഇവിടെ വീണ്ടും ടോളിലെത്തിയല്ലോ. ഇനി നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. ആടാ ഷിൻചാനെ, ഇനി കുറച്ചുകൂടി ദൂരം പോയാലേ ഒരു ടൗണിലേക്ക് എത്താ. അവിടെ വെച്ചിട്ട് എന്തായാലും സ്പീഡിൽ പോകാൻ പറ്റില്ല. ഓക്കെ, നമ്മളങ്ങനെ ടൗണിലേക്ക് എത്തിയേക്കാണ്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും ടൗണിൽ വെച്ചിട്ട് സ്പീഡിൽ പോകാൻ പറ്റുന്നില്ലെന്ന്. ഞാനിവിടെ 120-ൻ്റെ മേലേക്ക് പോണേ. സംഭവം ഇവിടെ വഴിയൊക്കെ ചെറുതാണ്, എന്നാലും നമുക്കത് വിഷയമല്ല. നമ്മളിവിടെ സ്പീഡിൽ പോവും. ഇവിടെ മുമ്പിൽ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്, എല്ലാത്തിനും ഓവർടേക്ക് ചെയ്യാം. ഒരു മിനിറ്റ്, നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കാം. അയ്യോ അണ്ണാ, അവിടെ റെഡ് സിഗ്നൽ ആയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഫൈൻ കിട്ടൂലോ. റെഡ് സിഗ്നലാ? എടാ ഷിൻചാനെ, നീ എന്തൊട്ട് പറയണേ? റെഡ് സിഗ്നൽ നിർത്തണ ശീലം നമുക്ക് പണ്ടേ തൊട്ടില്ല. ഇവിടെ പിന്നെ നമുക്ക് ഫൈനൊന്നും കിട്ടില്ല. നീ അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇവിടെ ഇപ്പോൾ ഓവർ സ്പീഡിൽ പോയാലും നമുക്ക് ഫൈനൊന്നും കിട്ടില്ല. ഇതെന്തത്? ഇവിടെ റോഡ് പണി നടക്കണ്ട? റോഡ് പണിയൊന്നുമല്ല. ആ ബെസ്റ്റ്, അയാൾ അവിടെ പോയിട്ട് ഇടിച്ചു. എടാ ഷിൻചാനെ, ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, നമുക്ക് ഇതിലൂടെ പോവാം. അയ്യോ അണ്ണാ, അത് വേണ. ഈ വണ്ടി കയറൂ. ഞാൻ പറയണെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് എടുത്ത് പോവണ്ട, അതായിരിക്കും നല്ലത്. എടാ ഷിൻചാനെ, ഒന്ന് പോയടാ അവിടെ നിന്ന്. ഞാനേ ഹെവി ഡ്രൈവറാ, നീ എന്ത് വിചാരിച്ചേ? ഇതൊക്കെ സുഖമായിട്ട് കയറി പോവും. ഇതേ കണ്ടില്ലേ, ഷോർട്ട് കട്ട് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോവാം. ഇതൊന്നും നമുക്ക് വലിയ വിഷയമൊക്കെ ആയിരുന്നല്ലോ. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി ഡെസ്റ്റിനേഷനിൽ എത്തിയേക്കാണ്. ഞാൻ പിന്നെ ആൾക്കാരെ സേഫായിട്ട് തന്നെ എത്തിച്ചിട്ടുണ്ട്. വണ്ടിയിൽ പിന്നെ 100% ഹെൽത്തും ഉണ്ട്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അടുത്ത വീഡിയോയിൽ പിന്നെ ഷിൻചാനാവും വണ്ടി ഓടിക്കണ്ടാവുക. അതെങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.